സീരിയൽ ടുഡേയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ അപർണ. ഇപ്പോൾ ഞാനുള്ളത് ആനന്ദരാഗം സീരിയലിൻ്റെ സെറ്റിലാണ്. നമ്മുടെ ആനന്ദരാഗം ഇപ്പോൾ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 300 എപ്പിസോഡ് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡുകാരിയാണ്. അപ്പോൾ ചിലവരൊക്കെ എൻ്റെ സ്ലാങ് കേട്ടാൽ മനസ്സിലാവും ഞാൻ കാസർഗോഡുകാരിയാണെന്ന്. ഞാൻ സീരിയലിലോട്ട് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് സീരിയൽ ജോയ്സി സാറിൻ്റെ ഹൃദയം സ്നേഹസാന്ദ്രമാണ്. അതിൽ നായകൻ്റെ അനിയത്തിയുടെ ക്യാരക്ടറായിരുന്നു ചെയ്തത്. പിന്നെ ചെയ്തത് കല്യാണി ശ്രീ മൂവീസിൻ്റെ വർക്കാണ്. മഴവിൽ മനോരമ തന്നെയാണ് ചെയ്തത്. അതിൽ കല്യാണി എന്ന് പറഞ്ഞ നായികയുടെ അനിയത്തിയായിട്ട് ചെയ്തത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആനന്ദരാഗം. അതിനകത്ത് നായികയുടെ അനിയത്തി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 സിനിമയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മത്ത് എന്ന് പറഞ്ഞ ടീനി ടോമിൻ്റെ ഒരു മൂവിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. അത് റിലീസായിട്ടില്ല, റിലീസാവാൻ പോവാണ്. അതുപോലെ തന്നെ ഞാൻ നായികയായിട്ടൊരു ഫിലിം കൂടെ ചെയ്തിട്ടുണ്ട്. ഡാഡി ഗോഡ് എന്ന് പറഞ്ഞ മൂവിയാണ് ചെയ്തിട്ടുള്ളത്. അതും റിലീസിന് വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. അനിയത്തി +1 പഠിക്കുന്നു, അനിയൻ 7th പഠിക്കുന്നത്. ബേസിക്കലി എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ കൃഷിപരമായിട്ടുള്ളൊരു ഫാമിലിയാണ്, കർഷക കുടുംബമാണ്. പിന്നെയെന്ന് വെച്ചാൽ കാസർഗോഡ് എന്നുള്ളൊരു ഏരിയ ആകുമ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ കുറേ നെഗറ്റീവ്സ് ഒക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഫാമിലീൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ സപ്പോർട്ടൊന്നും എനിക്ക് ആദ്യം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കഴിവനുസരിച്ചിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടുണ്ടായത് നാടകമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ നാടകം രതീഷ് കാടകം സംവിധാനം ചെയ്ത കാക്ക എന്ന് പറഞ്ഞ നാടകത്തിലൂടെയാണ് ഞാൻ ഫസ്റ്റ് അഭിനയത്തിലോട്ട് കടന്നു വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഡബ്ബിങ്ങിലോട്ടാണ് പോയത്. വേനൽത്തുമ്പി പോലുള്ള നാടകങ്ങൾക്ക് ഡബ്ബ് ചെയ്ത് എനിക്ക് ആദ്യം ഡബ്ബിങ് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. എനിക്ക് ബേസിക് അഭിനയത്തിനെ കുറിച്ചൊന്നും ഡബ്ബിങ്ങിനെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ രമേശ് മടിയൻ എന്ന് പറഞ്ഞ സാറാണ് എന്നെ ഡബ്ബിങ്ങിലോട്ട് കൊണ്ടുവന്നതും. സീരിയലിലോട്ട് എനിക്ക് ആദ്യ ചവിട്ടുപടി സാറിൻ്റെ നിന്നായിരുന്നു വന്നത്. കാക്കയായിട്ട് ചെയ്തു. അതിനകത്ത് ഞാൻ സ്വാമിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു. അയ്യപ്പൻ്റെ അമ്മ എന്ന് പറഞ്ഞ 3 ക്യാരക്ടറായിരുന്നു ചെയ്തത്. അതിനകത്തായിരുന്നു എനിക്ക് മികച്ച നടി അവാർഡ് കാസർഗോഡ് ജില്ലയല്ല സബ് ജില്ലാ കലോത്സവത്തിൽ എനിക്ക് കിട്ടിയത്. അതിലൂടെയാണ് സ്റ്റാർട്ടിങ്. അഭിനയം എന്ന് പറഞ്ഞൊരു ഫീൽഡിലോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിലൂടെയാണ്. പിന്നെയാണ് ഡബ്ബിങ്ങിലോട്ട് മാറിയത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. നാഷണൽ ന്യൂസ് കേരള എന്ന് പറഞ്ഞൊരു ചാനലിൽ ജൂനിയർ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് വർക്ക് ചെയ്തത്. അഭിനയ രംഗത്ത് റോൾ മോഡൽ എന്ന് പറയാൻ അങ്ങനെ ആരും ഇല്ല. പക്ഷേ എനിക്ക് ഒരുപാട് സിനിമ കാണുമ്പോൾ ഒക്കെ ഭയങ്കര അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഫാമിലിയുടെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ആദ്യമൊന്നും വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ എല്ലാവരും കാസർഗോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കരമായിട്ട് ഇപ്പോൾ ആൾക്കാർ സീരിയൽ എന്ന് പറയുമ്പോഴൊക്കെ എല്ലാവരും കാണാൻ തുടങ്ങി, നല്ല നല്ല സപ്പോർട്ട് തരാൻ തുടങ്ങി. ഇപ്പോൾ നാട്ടിൽ തന്നെ ഭയങ്കര എല്ലാവരും അനുമോദനവും കാര്യങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യത്തിലാണെങ്കിലും എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സന്തോഷം. എനിക്കിഷ്ടം അഭിനയിക്കാനാണ്. പക്ഷെ ഞാൻ ആനന്ദരാഗത്തിൽ ഒരു ഊമയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സൈലൻറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അഭിനയിക്കുന്നതിനേക്കാളും ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ ആംഗ്യഭാഷ കാണിച്ച് അഭിനയിക്കാൻ. അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അഞ്ജന എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു പാവം പിടിച്ച കൊച്ചാണ്, ഭയങ്കര ആക്റ്റീവൊന്നും അല്ല. എന്നാൽ ഇപ്പോൾ ക്യാരക്ടർ നല്ല ആക്റ്റീവായിട്ടും ചേച്ചിയാണ് മെയിൻ സപ്പോർട്ട്. ആ അനിയത്തിക്ക് സപ്പോർട്ട് ചേച്ചിയാണ്. നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ അഭിനയിക്കുന്നതിനേക്കാളും എഫേർട്ട് ഡബ്ബിങ് ചെയ്യുമ്പോൾ എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിന് എത്ര വൃത്തിയാക്കാൻ പറ്റുമോ അത് ഡബ്ബിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. ഏത് ക്യാരക്ടർ നന്നായിട്ട് ചെയ്തോ നമ്മൾ ചിലപ്പോൾ സ്ക്രീനിൻ്റെ മുമ്പിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഡബ്ബ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ കോളാക്കാനും പറ്റും. അങ്ങനെയില്ല, ഡബ്ബിങ്ങിന് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് ഡബ്ബിങ്.
ഇപ്പോൾ നമ്മുടെ ആനന്ദരാഗത്തിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഫ്രീ മൈൻഡഡ് ആണ്. ഇപ്പോൾ സുനിൽ സാറാണെങ്കിലും നമ്മുടെ ഡയറക്ടർ സാറാണെങ്കിലും നമ്മുടെ അതിന് പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിലുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക്. ഇപ്പോൾ നമ്മുടെ കൺട്രോളർ മുരുകൻ ചേട്ടനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനത്തെ ടെൻഷനേ ഇല്ല. എനിക്കാണെങ്കിൽ സൈലൻറ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഭയങ്കര പേടിയായിരുന്നു. കാരണം എങ്ങനെ അഭിനയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ സൈലൻറ്റ് ലാംഗ്വേജ് ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സൈലൻറ്റ് ലാംഗ്വേജ് ചെയ്യുന്നത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. പിന്നെ എങ്ങനെയാണ് ഇത് പ്രേക്ഷകർ എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം എല്ലാവരും എന്നെ സ്വീകരിച്ച് തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യണം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കണം, ഒരു സ്ക്രീനിൽ എൻ്റെ ഫേസ് കാണണം എന്ന് പറഞ്ഞ് വന്ന ഒരാളാണ്. എനിക്ക് നായികയാവണമെന്നോ അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് സിനിമ ചെയ്യണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. നല്ലൊരു അറിയപ്പെടുന്ന ഒരു മൂവി ചെയ്യണം എന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്ന് വന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ആഗ്രഹിക്കണം, നന്നായിട്ട് ആഗ്രഹിക്കുക മാത്രമല്ല അതിനു വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കണം. ഇപ്പോൾ ആൾക്കാർ പറയും, കുറേ നെഗറ്റീവ്സ് ഒക്കെ പറയും. പക്ഷെ അത് കേട്ടാൽ ഈ ചെവിയിൽ കൂട്ടി അപ്പുറത്തെ കൂടെ വിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അഭിനയ രംഗത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മത്സരമായിരിക്കും. നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ആൾക്കാർ കൂടി വരുന്നതായതുകൊണ്ട് നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും മത്സരമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റൂ. നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് കല്യാണി ചെയ്യുന്ന സമയത്ത് കുട്ടി ഭയങ്കര ആക്റ്റീവാണ്, അങ്ങനെ ഒരിത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് വില്ലത്തിയല്ല, ആ ക്യാരക്ടർ ഭയങ്കര ഒരു യൂട്യൂബറെല്ലാം ആയിട്ടില്ല അന്ന്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ കുറച്ച് ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പം ഇതുവരെ വന്നിട്ടൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ റോസ്ലിൻ ആൻറ്റീനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരത്തി വർഷങ്ങൾക്ക് മുന്നേ സീരിയലും സിനിമാ രംഗത്തും എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരത്തി എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ അഭിനയിക്കുമ്പോൾ അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് പറഞ്ഞു തരും. മാത്രമല്ല എനിക്ക് സ്വന്തം അമ്മയെ പോലെ ആയിരുന്നു. ഞാൻ ഹൃദയം സ്നേഹസാന്ദ്രത്തിലായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ കൂടെ ഫസ്റ്റ് വർക്ക്. ഞാൻ ആദ്യത്തെ ഷോട്ട് ചെയ്യുന്നത് റോസ്ലിൻ ആൻറ്റീൻ്റെ കൂടെയും ഹരിശ്രീ മാർട്ടിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം മാത്രമല്ല, ആ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫാമിലി പോലെയായിരുന്നു ജോയ്സി സാറിൻ്റെ സെറ്റ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതേപോലെ കല്യാണിയിൽ പോയപ്പോഴും എനിക്ക് നല്ല നല്ല മോട്ടിവേഷനും കാര്യങ്ങളും അഭിനയത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ആർട്ടിസ്റ്റ് റോസ്ലിൻ ആൻറ്റിയാണ്. കാരണം ആൻറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കാരണം ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത് ആ ഒരു സീരിയലിലായതുകൊണ്ട് എനിക്ക് ഒരു ഷോട്ടിൽ എങ്ങനെ നിൽക്കണം, എങ്ങോട്ട് ഫേസ് കൊടുക്കണം, ഏതെല്ലാം സൈഡിലോട്ട് ലുക്ക് പോകണം എന്നൊക്കെ ആദ്യമൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. പിന്നെ പുള്ളിക്കാരത്തിയാണ് എനിക്ക് ആദ്യം സ്വന്തം അമ്മയെ പോലെ ഇരുന്ന് ഫുഡൊക്കെ വാരിത്തരും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ച ഒരാളെ അല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പുള്ളിക്കാരത്തി നല്ല മിസ് ചെയ്യുന്നുണ്ട്. കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്. ആനന്ദരാഗം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഓരോ ദിവസം കഴിയുന്നവരും ഭയങ്കര ഫണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു സെറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ അതുമാത്രമല്ല, ഞാൻ പകുതിയിൽ നിന്ന് വന്ന ഒരാളാണ്. എനിക്ക് മുന്നേ ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തുകൊണ്ടുണ്ടായ ക്യാരക്ടറാണ് അഞ്ജന. പുള്ളിക്കാരത്തിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ കാസ്റ്റ് ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ ആ രണ്ടാമത് വന്നതാണെങ്കിലും നല്ല സപ്പോർട്ടും നല്ല കെയറിങ്ങും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വിഷയങ്ങൾ ഇവിടെ ഒന്നുമില്ല. ഭയങ്കര സന്തോഷമാണ്. ഇല്ല, ഇതുവരെ ഞാൻ ആനന്ദരാഗം മാത്രമേ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ സീരിയൽസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. മൂവീസിൻ്റെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അങ്ങോട്ട് പോവില്ലയോന്നില്ലയൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ആനന്ദരാഗത്തിൽ ഇനി ആനന്ദരാഗം അവസാനിക്കുന്നവരെ ഞാൻ ഉണ്ടാവും അഞ്ജന എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട്.